ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഏറെക്കുറെ മഴക്കാലം ആയിട്ടുണ്ടല്ലോ, മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് പണികളൊക്കെ കുറയുന്ന സാഹചര്യത്തിൽ ഓട്ടോ എടുത്തിട്ട് ഓട്ടോ ഫീൽഡിലേക്ക് കുറേ പേര് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു സമയമായിരിക്കും. ഈ ഒരു ടൈമിൽ ഏത് വണ്ടിയാണ് എടുക്കാൻ നല്ലതെന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് കോളുകൾ വരാറുണ്ട്. അത് ഞാൻ ഈ ചാനൽ തുടങ്ങിയ സമയം മുതലേ ഈ മഴക്കാലം ആവുന്ന സമയത്ത് അങ്ങനെ ഒരു അഭിപ്രായം എനിക്ക് കിട്ടലുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇലക്ട്രിക് ഓട്ടോ ആണോ അതോ ഡീസൽ ഓട്ടോ ആണോ ഇനി അങ്ങോട്ട് നമുക്ക് എടുക്കുന്നത് നല്ലതെന്നുള്ള എൻ്റെ അഭിപ്രായമാണ് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യുക. പ്രത്യേകിച്ച് ഞാൻ ഈ പറയുന്ന വണ്ടികൾ ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്കും ചെയ്യുക. ഇനി അങ്ങോട്ടുള്ള കാലം നമുക്ക് ഏറെക്കുറെ ഒരു ഐഡിയ ഉണ്ട്. കൂടുതലും വണ്ടികൾ ഇലക്ട്രിക്കിലേക്ക് മാറാനുള്ള സാധ്യതയാണ് കൂടുതൽ കാണുന്നത്. ഞാനിപ്പോൾ ഓൾറെഡി ഡീസൽ ഓട്ടോ തന്നെയാണ് ഉപയോഗിക്കുന്ന ആപ്പയാണ്, അത് നിങ്ങൾക്ക് അറിയാം. എങ്കിലും ഞാൻ ഇനി ഒരു പുതിയ വണ്ടി എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 95% എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും ഒരു ഇലക്ട്രിക് ഓട്ടോ എടുക്കാൻ സാധ്യതയാണ് കൂടുതൽ. പുതിയ വണ്ടിയാണ് കേട്ടോ പറയുന്നത്. പുതിയ വണ്ടി എടുക്കുന്നുണ്ടെങ്കിലാണ്. ഒരുപക്ഷെ എന്തെങ്കിലും തരത്തിൽ എൻ്റെ വണ്ടി മാറ്റിയിട്ട് ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുന്നെങ്കിൽ ഇലക്ട്രിക്കിലേക്ക് ഞാൻ പോവില്ല. പുതിയൊരു വണ്ടിയാണെങ്കിൽ അത് ഞാൻ പരിഗണന കൊടുക്കുക ഇലക്ട്രിക് വണ്ടിക്കായിരിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഓട്ടോ എടുത്തിട്ട് ഓട്ടോ ഫീൽഡിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്കൊരു ഇലക്ട്രിക് ഓട്ടോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നോക്കാവുന്നതാണ്. ആദ്യമായിട്ട് എന്ന് പറയാൻ കാരണം നിങ്ങൾക്ക് ഈ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടാണ്. ഒരുപക്ഷെ ഒരു ഡീസൽ വണ്ടി ഉപയോഗിക്കുന്ന ആളോ അല്ല പെട്രോളോ CNG ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർ പെട്ടെന്ന് ഇലക്ട്രിക്കിലേക്ക് മാറുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ആദ്യമായിട്ട് ഓട്ടോ ഫീൽഡിലേക്ക് വരുന്നവരാണെങ്കിൽ എന്ന് പറയുന്നത്. പക്ഷേ ഇലക്ട്രിക് വണ്ടികൾ വന്നു തുടങ്ങിയ സമയത്ത് ഞാൻ ആരോട് സജസ്റ്റ് ചെയ്തിട്ടില്ല ഇലക്ട്രിക് വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട്. എന്നെ വിളിച്ചിട്ട് ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു ഇലക്ട്രിക് വണ്ടീനെ പറ്റി അഭിപ്രായം അറിയോ എന്നുള്ളത്. ഒന്നാമത് എൻ്റെ അടുത്ത സുഹൃത്തുക്കൾക്കാർക്കും ഇലക്ട്രിക് വണ്ടികളില്ല, അതിപ്പോഴും ഇല്ല. എങ്കിലും മൊത്തത്തിലുള്ള ഒരു അഭിപ്രായം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. പുതിയൊരു വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു സിറ്റുവേഷനിലേക്ക് ഇലക്ട്രിക് ഓട്ടോകൾ എത്തിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും പുതിയ ഇലക്ട്രിക് വണ്ടി ഓടിക്കുന്ന ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അത് പുതിയ ഇലക്ട്രിക് ഓട്ടോ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഉപകരിക്കും. ഇപ്പോൾ നമ്മൾ നിരത്തുകളിൽ ഇലക്ട്രിക് വണ്ടികൾ ഇഷ്ടം പോലെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പുതിയൊരു വണ്ടി എടുക്കുന്ന ഒരാൾക്ക് ഇലക്ട്രിക് വണ്ടി ഇപ്പം പരിഗണിക്കാവുന്നതാണ്. ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത് നമുക്ക് ഡീസലിൻ്റെ അത്ര സൗണ്ട് ഉണ്ടാവില്ല. രണ്ടാമതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഓയിൽ പ്രശ്നങ്ങൾ, ഓയിൽ ലീക്ക് അത് ഇതൊന്നും കാര്യമായിട്ട് നോക്കണ്ട. ഇലക്ട്രിക് വണ്ടിക്ക് അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. എങ്കിൽ ഈ ഡീസൽ വണ്ടി സംബന്ധിച്ച് നോക്കുമ്പോഴുള്ള കാര്യങ്ങൾ തന്നെ ഞാൻ പറയുന്നത്. പിന്നെ നമ്മൾ എങ്ങനെയായാലും ഞാനൊക്കെ ഒരു 300-350 രൂപേൻ്റെ ഡീസൽ ഒരു ദിവസം അടിക്കുന്നുണ്ട്. അത് കണക്ക് കൂട്ടി നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇലക്ട്രിക് വണ്ടിയാണെങ്കിൽ ആ പൈസ മതിയാവും നമുക്ക് അടവടയ്ക്കാൻ. കറണ്ട് ബില്ല് ഞാൻ അന്വേഷിച്ചിടത്തോളം അറിഞ്ഞത് ഒരു 5000-6000 രൂപയൊക്കെയാണ് വരുന്നതെന്നാണ്. അത് എന്നോട് പറഞ്ഞിട്ടുള്ള അറിവാണ് കേട്ടോ, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ എങ്ങനെ കൂട്ടിയാലും ഒരു 300-350 രൂപയൊക്കെ ഡെയിലി മാറ്റുകയെന്നുണ്ടെങ്കിൽ അതൊരു 10000 രൂപ എന്തായാലും ഒരു മാസം ഉണ്ടാവും. അപ്പോൾ ഒരു പുതിയ വണ്ടി നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു 6000-7000 ഒക്കെ അടവുണ്ടാവുള്ളൂ. എങ്കിലും ഒരു പിന്നെ ഈ 10000 തന്നെ ഒരു 3000 ബാലൻസ് ഉണ്ടാവുമല്ലോ. കറണ്ട് ബില്ലിനുള്ള പൈസയും കൂടെ നമുക്ക് അതിനകത്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന എനിക്ക് തോന്നുന്നത്. നമ്മുടെ എണ്ണ അടിക്കുന്ന ആ പൈസയിൽ തന്നെ ഈ ഒരു കറണ്ട് ബില്ലും അതുപോലെ തന്നെ ഈ അടവിൻ്റെ കാര്യം നടന്നു പോകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഞാനൊരു വണ്ടി എടുക്കണം എന്ന് ഒരു പ്ലാൻ വരുവാണെങ്കിൽ അന്നേരം ഞാൻ ഇങ്ങനെ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കേട്ടോ. പിന്നെ ഇലക്ട്രിക് വണ്ടി എടുക്കുമ്പോൾ നമ്മളെ കാലാവസ്ഥേനെയൊക്കെ നല്ലോണം നമ്മൾ നോക്കേണ്ടതുണ്ട്. ഒരു പക്ഷേ മഴയൊക്കെ പെയ്ത് കറണ്ടൊക്കെ 2-3 ദിവസം ഇല്ലാണ്ടായി കഴിഞ്ഞാൽ അന്നേരം നമ്മൾ ബുദ്ധിമുട്ടിലേക്ക് വരും. അത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഇപ്പം ഞാനാ എടുക്കുന്നെങ്കിലും എൻ്റെ മൈൻഡിൽ അങ്ങനെ ഒരു കാര്യം ഉള്ളതുകൊണ്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. ഇപ്പോൾ ഇറങ്ങുന്ന ഡീസൽ വണ്ടികളും വലിയ മോശമൊന്നുമില്ല, മോശാഭിപ്രായമൊന്നും അങ്ങനെ കാര്യമായിട്ട് പറയുന്നത് കേൾക്കുന്നില്ല. ഡീസൽ വണ്ടി മോശമായതുകൊണ്ടല്ല ഞാൻ പറയുന്നത്. ഇനി മുന്നോട്ട് നമുക്ക് എപ്പോഴും നല്ലത് ഇലക്ട്രിക് ആയിരിക്കും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഞാൻ കുറച്ച് കാലം മുന്നേ ഇലക്ട്രിക് വണ്ടികൾ എടുക്കാനായിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പം വർഷങ്ങൾക്ക് ശേഷം എനിക്ക് തന്നെ അങ്ങനെ ഒരു അഭിപ്രായം തോന്നിയിട്ടുണ്ട്. കാരണം അത്യാവശ്യം നല്ല വണ്ടികൾ, ഞാൻ കമ്പനി പേരെടുത്ത് പറയുന്നില്ല, നമ്മുടെ സ്റ്റാൻഡിലൊക്കെ ഇടയ്ക്ക് വണ്ടി കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ അന്നേരം ഞാൻ വീഡിയോ ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ എല്ലാ നെഗറ്റീവും പോസിറ്റീവും എല്ലാം പറയാൻ പറ്റാത്തതുകൊണ്ടാണ്. നമുക്കൊരു സുഹൃത്തുക്കൾ ആരെങ്കിലും, ഇപ്പം നിങ്ങൾ തന്നെ ആരെങ്കിലും നമ്മുടെ വയനാട്ടുകാരെങ്കിലും ഇലക്ട്രിക് വണ്ടി പുതിയ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ആ ഒരു അനുഭവം നമ്മൾ ഇതിലൂടെ ഷെയർ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യാം. നമുക്കൊരു വീഡിയോ ആയിട്ട് തന്നെ അത് ചെയ്യാം. കാരണം മറ്റുള്ള വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അത് നല്ലതായിരിക്കും. പിന്നെ ഇന്ന കമ്പനീൻ്റെ വണ്ടി എന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം പല കമ്പനികൾ ഇലക്ട്രിക് വണ്ടി ഇറക്കിയിട്ട് നമ്മുടെ ചാനലൊക്കെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കാണിക്കാറുണ്ട്. അപ്പോൾ ചില വണ്ടികളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇലക്ട്രിക് വണ്ടി എടുക്കുമ്പോൾ ഒരു പ്രശ്നം വരുന്നത് എന്താ വെച്ചാൽ, നമ്മൾ ഓടാൻ കണക്കാക്കിയിട്ട് മാത്രം അത് എടുക്കണം. ഒരിക്കലും ഒരു 1-2 മാസം ഓടിയിട്ട് അത് കൊടുക്കാന്നുള്ള ഉദ്ദേശത്തിൽ എടുക്കരുത്. ആ വണ്ടി സെയിലാവില്ല.
ഈ ഫീൽഡിൽ പൂർണ്ണമായിട്ട് നിൽക്കാൻ പറ്റും എന്നുള്ളവർ മാത്രം എടുക്കുക. ഇപ്പൊ 5 വർഷത്തേക്ക് നമ്മൾ അടവെങ്കിൽ 5 വർഷം വരെ വലിയ കുഴപ്പമില്ലാണ്ട് ഓടിപ്പോകുന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കഴിഞ്ഞിട്ട് റിട്ടേൺ നമ്മൾ പ്രതീക്ഷിക്കരുത്. ഓടി അതിന്റെ അടവ് അടച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ ആ കാര്യങ്ങൾ അങ്ങ് നടന്നു പോകും. ഇതിലൊരു മെച്ചമായിട്ട് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ എണ്ണ അടിക്കേണ്ട പൈസ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടവും കറണ്ട് ബില്ലും നമുക്ക് അതിൽ മെയിൻറ്റെയിൻ ആയി പോകുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. പിന്നെ ഡീസൽ വണ്ടി പോലെ തന്നെ നമുക്ക് അത്ര വലിയ പ്രശ്നങ്ങൾ കംപ്ലൈന്റ് ഒന്നും വരുന്നില്ലല്ലോ. എങ്കിലും ഇലക്ട്രിക് വണ്ടികൾക്കും അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഒരു കുഴപ്പവും ഇല്ല എന്നുള്ള ഒരു വണ്ടി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ എടുക്കുമ്പോൾ നല്ല കമ്പനി നോക്കിയിട്ട് നല്ല വണ്ടി, അത്യാവശ്യം ആ വണ്ടിയൊക്കെ യൂസ് ചെയ്യുന്നവരെ കണ്ട് ചോദിച്ചതിന് ശേഷം ധൈര്യമായിട്ടും ഇനി ഒരു ഇലക്ട്രിക് വണ്ടി എടുക്കാനുള്ള കാലം ആയിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ എൻ്റെ അഭിപ്രായങ്ങളാണ്. തീർച്ചയായിട്ടും ഇലക്ട്രിക് വണ്ടികൾ യൂസ് ചെയ്യുന്ന ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്കറിയാവുന്ന വളരെ ചെറിയ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. നിങ്ങൾ വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് ആ വണ്ടീനെ പറ്റി പഠിച്ചതിന് ശേഷം മാത്രം വണ്ടി എടുക്കുക. എന്നെങ്കിലും ഒരിക്കൽ എനിക്കൊരു ഇലക്ട്രിക് വണ്ടി പുതിയത് എടുക്കാൻ പറ്റുവാണെങ്കിൽ അന്ന് ഞാൻ അതിൻ്റെ എല്ലാ കുറ്റങ്ങളും കുറവുകളും നല്ലതും എല്ലാം ഞാൻ പറഞ്ഞുതരും. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.